എൻ്റെ അനുഭവത്തിൽ ഇത് ഇതില്ലാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ ഈ ഒരു കുറച്ച് എന്താണ് ദശയൊക്കെ കൂടുതലുണ്ടാകണമെങ്കിൽ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കും വല്ലതും നടക്കുമോ ഇത് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുമോ ചേച്ചി, ത്രൂ ഔട്ട് റോള് തരാം, അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കും എല്ലാവരും ഇങ്ങനെ. ഞാനിപ്പോൾ പറയാത്തൊരു ഒരുപാട് പേരുണ്ട് എന്നോട് ചോദിച്ചത്. അവർ ചോദിച്ചതിൽ തെറ്റില്ല. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു, ആഗ്രഹം പ്രകടിപ്പിച്ചു, അതിൽ ഞാൻ തെറ്റായിട്ട് കാണുന്നില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം ഉണ്ടല്ലോ, ഇല്ല, തീർന്നു. പക്ഷെ അവരാരും പിന്നെ എന്നെ ഉപദ്രവിച്ചിട്ടില്ല. ഇപ്പോൾ അവരെല്ലാവരും പേടിച്ചിരിക്കും. എൻ്റെ ദൈവമേ, ഞാൻ മിനുവിനോട് ചോദിച്ചിട്ടുണ്ടല്ലോ, മിനു എൻ്റെ പേരെ എങ്ങാനും പറയുമോ എന്നൊരു പേടി അവർക്കുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട് മിനു. പക്ഷേ മിനുവിനോട് ചോദിക്കാൻ തന്നെ പേടിയാവുകയാണ് ഇപ്പം, മിനു പേര് ഡിസ്ക്ലോസ് ചെയ്യുമെന്ന്. ന്യായമായതാണെങ്കിൽ സത്യമായിട്ടാണെങ്കിൽ നമ്മൾ പോകാൻ വേണ്ടി എപ്പോഴും കുറേ സിനിമയും അഡ്വർടൈസ്മെൻറ്റും ഒക്കെ. പക്ഷേ അത് ട്രാപ്പാണോ നമുക്കറിയത്തില്ലല്ലോ, ഇവരുടെ കെയർ ഓഫിൽ വിളിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് പറഞ്ഞു, ഒന്ന് സിനിമയ്ക്ക് ഇപ്പോൾ എന്തിനാ പോകുന്നത്, നിനക്ക് ഇപ്പോൾ സിനിമയ്ക്ക് പോയിട്ടുള്ള കാശൊന്നും വേണ്ട ആവശ്യമില്ലല്ലോ, വീട്ടിൽ നിന്ന് കഞ്ഞി കുടിച്ചാൽ പോരെ, മതി, മാത്രം മതി, എനിക്കിങ്ങനെ താല്പര്യം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പോയാൽ പോരെ, നമുക്ക് അഭിനയിക്കാനാണെങ്കിൽ. 2015 ഞാൻ അഭിനയം നിർത്താൻ കാരണം എന്താ, അതിനുശേഷം വന്നിട്ട് ഞാൻ പോയിട്ടില്ല. കാരണം ഇത് തന്നെയാണ് ചോദിക്കുന്നത്. എല്ലാവരോടും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അവർക്കും കൂടെ ഇഷ്ടപ്പെടണമല്ലോ. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറിന് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ വണ്ണമുള്ള സ്ത്രീകളെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നോട് ചോദിക്കുന്നത്.